മച്ചന്മാരെ നമ്മുടെ പോക്കോ F5 ചത്തുപോയി, ഒരനക്കമില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓണായിട്ട് വരും, അപ്പം തന്നെ ഓഫായി പോകും. എന്തായാലും നമ്മൾ സർവീസ് സെൻറ്ററിൽ പോവുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയത്. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ നമ്മൾ സർവീസ് സെൻറ്ററിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. പോക്കോയുടെ F5 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. 2 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാണ്ട് നമുക്കിത് സർവീസ് ചെയ്ത് കിട്ടുന്നതാണ്. ഇന്നലെ രാത്രിയിലെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റായി പോയി. ഹീറ്റായതിനു ശേഷം ഇതിൻ്റെ ഡിസ്പ്ലേയിലും അതിൻ്റെ ബാക്ക് സൈഡിലും നല്ല ഹീറ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഹീറ്റായിരുന്നു. അതിനുശേഷം ഫോൺ അങ്ങ് ഓഫായിട്ട് പിന്നെ ഈ കാണുന്ന പോലെ പോക്കോന്ന് എഴുതി കാണിക്കും, താഴെ ആൻഡ്രോയിഡ് എന്ന് കാണിക്കും, സംഭവം ഓഫായി പോകും. ഇത് തന്നെയാണ് പരിപാടി. എന്തായാലും 2 വർഷം വാറണ്ടി ഉള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കില്ലാണ്ട് ഈ സാധനം നന്നാക്കി കിട്ടും. ഇതിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഡാമേജും ഇല്ല, നിലത്തിയായിട്ട് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ചിളക്കോ കോട്ടങ്ങളോ ഒന്നുമില്ല, പക്ക നീറ്റായിട്ടിരിക്കുന്ന ഫോണാണ്. അതുകൊണ്ട് കമ്പനിക്ക് വാറണ്ടി തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും രാവിലെ ഒരു 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി സർവീസ് സെൻറ്ററിലേക്ക് പോയി. അടിപൊളി മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴയായിരുന്നു. ഫുള്ള് മഴ നനഞ്ഞങ്ങ് പോയി. ഒന്നും നോക്കില്ല, പണ്ടാരം വണ്ടി ഓടിച്ചിട്ട് കണ്ണൂരും കാണുന്നില്ലായിരുന്നു. എങ്ങനെയോ സർവീസ് സെൻറ്ററിൽ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് മനസ്സിലായത്. ഞാൻ നേരത്തെ തന്നെ സംശയിച്ചതുപോലെ തന്നെ ഫോണിൻ്റെ ബാറ്ററിയാണ് അടിച്ചു പോയിരിക്കുന്നത്, മദർ ബോർഡൊന്നല്ല. ഈ ഫോണിൻ്റെ ബാറ്ററിക്ക് കുറച്ച് ദിവസമായിട്ട് കുഴപ്പമുണ്ടായിരുന്നു, ബാക്കപ്പിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഉള്ള കുഴപ്പമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബാറ്ററി അടിച്ചുപോയി, നിലവിൽ ബാറ്ററി സ്റ്റോക്കില്ല, ഓർഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ വീടിൻ്റെ അടുത്തുള്ള പെരുമ്പാവൂരുള്ള സർവീസ് സെൻ്ററാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു വെല്ലുപ്പനും ഞാനും മാത്രമേ കസ്റ്റമറായിട്ട് വന്നിട്ടുള്ളൂ. വെല്ലുപ്പൻ്റെ ഫോണിൻ്റെ ബാറ്ററി അപ്പോൾ തന്നെ അവർ മാറ്റി കൊടുത്തു, അതുവരെ സ്റ്റോക്കുണ്ട്. നമ്മുടെ പോക്കോയുടെ ഫോണ് ഇല്ല, ഓർഡർ ചെയ്താലേ വരുള്ളൂ. പിന്നെ ഇത് വലിയ സർവീസ് സെൻ്റർ ഒന്നുമല്ല. നിങ്ങൾ എറണാകുളം ടൗണിലുള്ള സർവീസ് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ മാറ്റിത്തരും. പക്ഷേ ഇവിടെ എല്ലാ ഫോണും അന്ന് തന്നെ മാറ്റിത്തരില്ല. അവർ ഓർഡർ ചെയ്തിട്ട് ആ ഒരു സാധനം വന്നു കഴിയുമ്പോൾ മാറ്റി നമുക്ക് തരും. എന്തായാലും ഷവോമിയിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിയാണെങ്കിൽ ഫോൺ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജോബ് ഷീറ്റ് വന്നിട്ടുണ്ട്. ആ ജോബ് ഷീറ്റ് വാങ്ങി നമ്മൾ വീട്ടിൽ പോന്നു. ഇതാണ് ഇത്ര ഉള്ളൂ സംഭവം. ഒരു സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫോൺ നീറ്റാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ പതുക്കെ നൈസായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരിക. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നാളെ വല്ല ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ചാൽ വാറണ്ടി കഴിഞ്ഞാലും ചിലപ്പോൾ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ഇത് മാറിത്തരും, നമ്മുടെ പോസ്റ്റൊക്കെ വൈറലായി കഴിഞ്ഞാൽ. ചേച്ചി അവിടെ പഠിച്ച പണി 18 നോക്കി അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഓൺ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി അവസാനം ചേച്ചി തോറ്റുപോയി. അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ബാറ്ററി പോയി, സാധനം സ്റ്റോക്കില്ല, ഒരു 4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 7 ദിവസത്തിനുള്ളിൽ സാധനം സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. നമ്മളങ്ങനെ ജോബ് ഷീറ്റ് മേടിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ പോക്കോയുടെ ഫോണാണെങ്കിൽ പണ്ടത്തെ പോലെ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ ഏത് ബ്രാൻഡ് മേടിച്ച് കഴിഞ്ഞാലും ഇഷ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ ഐഫോൺ ആണെങ്കിലും ഏത് ഫോൺ മേടിച്ച് കഴിഞ്ഞാലും ഇഷ്യൂ ഇല്ലാത്തൊരു ഫോണുമില്ല. പക്ഷേ ഞാൻ പോക്കോയിൽ നിലവിൽ ഹാപ്പിയാണ്. എൻ്റെ കയ്യിൽ പോക്കോ M2 Pro ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അടിപൊളി ഫോണാണ്. അതുവേണം ഷവോമിയുടെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സർവീസിൻ്റെ ടൈമും പിന്നെ അവധിയുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ അതൊക്കെ അറിയാൻ സാധിക്കും. പിന്നെയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പോക്കോനെക്കുറിച്ചോ MIനെക്കുറിച്ചോ റെഡ്മിനെക്കുറിച്ചോ ഉള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സർവീസ് സെൻറ്ററിലൊക്കെ നിങ്ങൾ പോയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ സർവീസിൻ്റെ കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്തായാലും നമുക്ക് ഈ സാധനം മാറ്റി കിട്ടുകയുമ്പോൾ എത്ര ദിവസം കൊണ്ട് മാറ്റി കിട്ടി, എന്തായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞ കംപ്ലൈൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ഒരാഴ്ച ടൈം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇരുന്നായിരിക്കും. 4 ദിവസം കൊണ്ട് മാറി കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല.